നമസ്കാരം സുരേഷ് സർ. നമസ്കാരം. സർ, സ്മാർട്ട് പറയൂ. സിറ്റി എന്ന കൊച്ചിയുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവില്ല എന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ശരിക്കും അതിന്റെ കാരണം എന്താണ്? അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? നമുക്കറിയാം, ഈ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞത് ദേശത്തിൽ നമ്മുടെ ഒരു ഭാരതം നോക്കുകയാണെങ്കിൽ മൊത്തം ഒരു 100 സിറ്റീസിന് എടുത്തിട്ടാണ് സ്മാർട്ട് സിറ്റി അപ്ഗ്രേഡേഷൻ നടക്കുന്നത്. അതിൽ ഞാൻ നോക്കുമ്പോൾ 2024 ജൂലൈയിലെ റിപ്പോർട്ടാണ്. ഞാൻ 25 തന്നെ വന്നിട്ടില്ല. അത് നോക്കുമ്പോൾ തന്നെ ഇന്ത്യ സ്മാർട്ട് സിറ്റി മിഷനിൽ 90% പ്രോജക്റ്റും 100 സിറ്റീസിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അതിൽ കാണാതെ പോകുന്ന ഒന്ന് നമ്മുടെ കൊച്ചിൻ സ്മാർട്ട് സിറ്റി മിഷനാണ്. അത് ഇന്നത്തെ ഒരു ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു റിപ്പോർട്ടും വന്നിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. എന്താണിത് നടക്കാത്തതിൻ്റെ കാരണം? നമുക്കറിയാം, നമ്മുടെ നാട്ടിലിപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ എല്ലാ വീട്ടിലേക്കും കണക്ഷൻ കൊടുക്കുന്നു പറഞ്ഞു. ഈ പറഞ്ഞ മാതിരി കെ ഫോൺ എന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും യാഥാർത്ഥ്യമാവുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതിന് കാരണം വേറെ ഒന്നല്ല, നമുക്കൊരു ഇതില്ല, വിഷൻ ഇല്ല എന്നാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഹൈദരാബാദിൽ താമസിക്കുന്നത്. ഇവിടെ ഈ ഡാവോസിൽ പോയിട്ട് 2,50,000 കോടി ഉറുപ്പ്യയുടെ പ്രോജക്റ്റുകളാണ് ഇവർ കൊണ്ടുവന്നേക്കുന്നത്. ശരി, അതിൽ നമുക്കൊരു 50% ഡിസ്കൗണ്ട് ചെയ്യാം. അങ്ങനെ പ്രോജക്റ്റാണ്, പക്ഷെ അത് എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ഒരു 50% അടുത്ത 5 കൊല്ലത്തേക്ക് എന്ന് വെച്ചിട്ട് നമുക്ക് എടുത്താലും ഒരു 1,20,000 തൊട്ട് ഒരു 1,50,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇത് കേരളത്തിൽ നമ്മുടെ മന്ത്രി രാജീവ് അവിടെ പോയിരുന്നു. അദ്ദേഹം അവിടെ സ്റ്റോളിലൊക്കെ ഇരുന്ന് സൂട്ടൊക്കെ ഇട്ടിട്ട് ഇന്ന് കുഴപ്പമില്ലാത്ത ഇംഗ്ലീഷിലൊക്കെ വർത്തമാനം പറയണ്ടായിരുന്നു. അത് അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുന്നുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ ഈസ്, അത് കഴിഞ്ഞിട്ട് എന്തായി? അത് കഴിഞ്ഞിട്ട് വല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കേരളത്തിലേക്ക്? കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ ഇൻവെസ്റ്റ് കേരള എന്നൊക്കെ പറഞ്ഞ ഓരോ മിഷൻ നടത്തും. ഈ പ്രാവശ്യം നമ്മൾ കണ്ടു, ഇൻവെസ്റ്റ് കേരളയിൽ ഏറ്റവും കൂടുതൽ പ്രോജക്റ്റ് വരുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നാണ്. അതിനെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് കേരളയും ബാക്കിയുള്ള അങ്ങനത്തെ ഓരോ പ്രോഗ്രാമൊക്കെ നടത്തുന്ന ഓരോ കോൺഫറൻസ് ഒക്കെ നടത്തുന്നതാണ്. പുറത്തുനിന്നുള്ള ആരൊക്കെയാണ് വന്ന് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കുക. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു ബയോ ഏഷ്യ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്, എല്ലാ കൊല്ലം നടക്കും ഹൈദരാബാദിൽ. അതിൽ നമ്മൾ കാണുന്ന ഓരോ കൊല്ലം 10-30 പുതിയ കമ്പനികളാണ് വരിക. അതിലൊരു 5-6 ഇൻവെസ്റ്റ് ചെയ്യും, ബാക്കിയുള്ള ഒരു 5 പേര് ഒരു പ്രൊപ്പോസൽ സ്റ്റേജിലുണ്ടാവും. നമ്മളൊരു ചെന്നൈ ആയാലും ബാംഗ്ലൂരു ആയാലും മുംബൈ ആയാലും ഡൽഹിയിൽ, എസ്പെഷ്യലി ഡൽഹി ആകുമ്പോൾ നമുക്ക് 2 നാഷണൽ ക്യാപിറ്റൽ റീജിയൻ എന്ന് പറയേണ്ടത്, ഗുർഗാവും ഒരു സൈഡിലും നോയിഡ ഒരു സൈഡിലായിട്ട് എടുക്കേണ്ടി വരുന്നത്. എന്തിന് ലക്നൗ എടുത്തോളാം. ഈ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ്. നമ്മൾ എന്തിനാണ് സ്മാർട്ട് സിറ്റി ട്രൈ ചെയ്യുന്നത്? ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ തരാം. നമ്മൾ ഈ കൊച്ചിയിൽ നടക്കുന്ന സ്മാർട്ട് സിറ്റിയെ പറ്റിയിട്ട് 2020 കംപ്ലീറ്റ് ആവേണ്ടതാണ്, മാർച്ച് 2020. നമ്മളിപ്പോൾ 2025, 5 കൊല്ലം കഴിഞ്ഞിട്ടും പ്രോജക്റ്റ് ഇനി എന്നാ കംപ്ലീറ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ പറയുന്നത് ജൂൺ 30 കംപ്ലീറ്റ് ആകും. പക്ഷേ ഇതിൽ നമ്മൾ പറയാത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എത്ര പ്രോജക്റ്റ് നിന്ന് ഡ്രോപ്പ് ചെയ്തു. കാരണം 10 ചെയ്യാണ്ടെങ്കിൽ 5 ചെയ്തിട്ട് കഴിഞ്ഞു എന്ന് പറയാൻ പാടില്ല. അത് ശരിയല്ല. നിങ്ങൾ 10 തുടങ്ങി വെച്ചാൽ 10 കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് കംപ്ലീഷൻ ഡേറ്റ് ഇടാൻ പാടുള്ളൂ. അല്ലാണ്ട് അത് 5 മാറ്റി കളഞ്ഞിട്ട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു ഇതാ കണ്ടോ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ തരാം. ഈ 310 കോടി ഉറുപ്പ്യയുടെ പ്രോജക്റ്റാണ് കൊച്ചിൻ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ്. ഇംപ്ലിമെൻറ്റ് ചെയ്യണത് കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ആണ്. അവരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ട്രഗിളായിരുന്നു. നമ്മുടെ നാട്ടിലറിയാം, എല്ലാത്തിനും ഒരു ചർച്ചയാണ്, എല്ലാത്തിനും ഒരു ഡിബേറ്റാണ് നമ്മുടെ നാട്ടിൽ. എന്തായാലും അത് കേരളയിലായാലും പണ്ടൊരു ഹൈവേ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഹൈവേ ഇടാന്ന് വെച്ചപ്പോൾ അതും വേണ്ടാന്ന് വെച്ചു. അവസാനം അത് സ്ക്രാപ്പ് ചെയ്ത് ടോട്ടലി. എന്ത് പ്രോജക്റ്റ് കൊണ്ടുവന്നാലും ഞങ്ങൾ ടോള് കൊടുക്കില്ല. ഞാനൊരു എക്സാമ്പിൾ തരാം. അപ്പോൾ എനിക്കറിയാം, ഞാൻ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ ടോള് കൊടുക്കേണ്ട വരും. തൃശ്ശൂരിൽ നിന്നുള്ള ടോൾ ഉണ്ടല്ലോ, നാഷണൽ ഹൈവേയിൽ കിടക്കുന്നു. പക്ഷെ അവിടെ തന്നെ നമ്മൾ കാണേണ്ട എത്രയോ കൊല്ലമായിട്ട് അവിടെ ഓരോ പ്രൊട്ടസ്റ്റും അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറേ പരിപാടികളും സമരവും. ഞങ്ങൾ ടോൾ കൊടുക്കില്ല, അവൻ ടോൾ തല്ലിപ്പൊളിക്കില്ല. ഞങ്ങളുടെ ഹൈദരാബാദിൻ്റെ ചുറ്റും 167 കിലോമീറ്ററിൻ്റെ ഔട്ടർ റിംഗ് റോഡുണ്ട്. ഞാൻ പണ്ട് ഇരിഞ്ഞാലക്കുട MLA തോമസ് ഉണ്ണിയേട്ടൻ അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഞാനൊരു 8 കൊല്ലം മുമ്പായതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ അത് കൊണ്ടുപോയി ഈ അന്ന് റിംഗ് റോഡ് പണി നടക്കുന്നേ ഉള്ളൂ. 110 കിലോമീറ്റർ കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കാറിൽ കൊണ്ടുപോയി ഒരു റൗണ്ട് അടിച്ച് കൊണ്ടു അദ്ദേഹത്തിന്. അന്ന് കംപ്ലീറ്റ് ആയ പാർട്ട് കുറച്ച് കാണിച്ചു കൊടുത്തു, ഒരു 10-20 കിലോമീറ്റർ. അദ്ദേഹം ആദ്യം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നടക്കില്ല, നമ്മുടെ നാട്ടിൽ ചർച്ചയാവും. ഇതാണ് അതിൻ്റെ പ്രോബ്ലം. റോഡ് തന്നെ എടുത്ത് നോക്കുള്ളൂ. ഒരു STP പ്ലാന്റ്, ഇതിൻ്റെ ഒരു പാർട്ട് സ്മാർട്ട് സിറ്റിയുടെ ഒരു പ്ലാന്റ് STP ആണ്, സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മിക്ക അപ്പാർട്ട്മെൻറ്റിലും ഇത്ര വലിയ വലിയ അപ്പാർട്ട്മെൻറ്റ് കെട്ടിയാലും സെപ്റ്റിക് ടാങ്കാണ്. മിക്ക വീടുകളിലും സെപ്റ്റിക് ടാങ്ക്. ഞങ്ങൾക്ക് ഹൈദരാബാദിൽ സെപ്റ്റിക് ടാങ്ക് ഇല്ല. ഒറ്റ വീടിനും സെപ്റ്റിക് ടാങ്കിൻ്റെ പരിപാടി ഇല്ല അവിടെ.
എല്ലാവരും ഡയറക്റ്റ് അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതൊന്നല്ല കേട്ടോ, ഇത് സമ്മതിക്കാണ്ട് ഇത് പണ്ട് നിസാമിൻ്റെ കാലം തൊട്ട് തന്നെ ഹൈദരാബാദ് ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫസ്റ്റ് സിറ്റീസ് ആയിരുന്നു. അവനവൻ്റെ സ്വന്തം ഇലക്ട്രിസിറ്റി സപ്ലൈ ഉണ്ടായിരുന്നു 1920 1910 തന്നെ ആയിട്ട്. റവന്യൂ സിസ്റ്റത്തിൽ കറൻസി നോട്ട് ഉണ്ടായിരുന്നു, ബസ് സർവീസ് ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈവൻ സ്വന്തം എയർപോർട്ട് ഉണ്ടായിരുന്നു, ബേഗംപേട്ട് എയർപോർട്ട്, ഇപ്പോഴത്തെ പഴയ എയർപോർട്ട്. പക്ഷെ ഒരു കാഴ്ചപ്പാട് വേണം നിങ്ങൾക്ക് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ തരാം. ഈ ഔട്ടർ റിംഗ് റോഡിന് 167 കിലോമീറ്റർ ഒരു റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ ഹൈദരാബാദിൽ കാണാൻ റിംഗ് റോഡ് 8 ലെയിനാണ്. 8 ലെയിൻ, 4 ലെയിൻ സർവീസ് റോഡ് സൈഡിൽ, 8 എക്സിറ്റും എൻട്രി പോയിന്റാണ്. 8 പോയിന്റിൽ എൻട്രി ചെയ്യാം, 18 പോയിന്റിൽ എൻട്രി ചെയ്യാം, 18 പോയിന്റ് ഇറങ്ങാം. അങ്ങനെയാണ് കണക്റ്റഡ് ടു ദ എയർപോർട്ട് ഓൾസോ. അങ്ങനെയാണ്. വേറെ ഇതൊരു ഇവിടുന്ന് ഏത് പോയിന്റിൽ നിന്ന് കയറിയാൽ അരമണിക്കൂറിൽ എയർപോർട്ടിലെത്താം. അതാണ് അതിൻ്റെ 120 കിലോമീറ്ററാണ് സ്പീഡ് ലിമിറ്റ്. പക്ഷേ ഇതെന്താണ് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റാത്തത്? നമ്മുടെ നാട്ടിൽ സുവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കൊണ്ടുവന്നപ്പോൾ പടിയായി. ഇപ്പം ഇന്ന് കേട്ടു വേറെ എങ്ങോട്ടോ മാറ്റാൻ പോവാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെയും സമ്മതിക്കില്ല, മാലിന്യം സംസ്കരിക്കാൻ സമ്മതിക്കില്ല. നമുക്കറിയാം അവിടെ നടന്ന ഓരോ ട്രാജഡിയും അവിടെ നടന്ന തീപിടിപ്പൊക്കെ നമ്മൾ തീ പിടിച്ചൊക്കെ നമ്മൾ കണ്ടെത്തലാണ്. അത് ഞാനൊരു എന്തിനാണ് ഈ ഹൈദരാബാദായിട്ട് പിന്നെ കമ്പയർ ചെയ്യുന്നത്? നമുക്കൊരു എക്സാമ്പിളാണ്. നമ്മൾ ഈ ബ്രിട്ടനോ അല്ലെങ്കിൽ US പോയ എക്സാമ്പിൾ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻഡോറാണ് ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള സിറ്റി. 2 3 പ്രാവശ്യമായപ്പോൾ അവർക്ക് അവാർഡ് കിട്ടും, സ്വച്ഛ് ഭാരത് മിഷൻ. എന്താണ് നമുക്ക് കിട്ടാത്തത്? കേരളം അത്ര ക്ലീൻ ആയിട്ട് വെക്കാൻ പറ്റിയ സ്ഥലമാണ്. നമ്മൾ നാച്ചുറലി കുറച്ചും കൂടി ഈ പറഞ്ഞാൽ പഠിപ്പൊക്കെയുള്ള ആൾക്കാരാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാത്തത്? ഇപ്പൊ ഞാൻ പറയും റോഡിന്റെ പ്രോജക്റ്റ് വികസനത്തിനോട് അതെ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനം സർക്കാരിന് നമ്മുടെ ജനങ്ങൾക്കും ഉണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ നാഷണൽ ഹൈവേയുടെ വൈഡനിങ് നടക്കുകയാണല്ലോ. പലരും പരാതിയായി പറയുന്നത് റോഡിന് ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്ന്. ജംഗ്ഷന്റെ അപ്പുറത്തും ഭാഗത്തുനിന്ന് ഇപ്പുറത്തും ഭാഗത്തേക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര വലിയൊരു പ്രശ്നമായിട്ടാണ് അവരതിനെ ഉയർത്തി കാണിക്കുന്നത്. അതിനാണ് അണ്ടർപാസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ നാഷണൽ ഹൈവേ ഹൈദരാബാദ് ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് മുംബൈ നാഷണൽ ഹൈവേ നോക്കുകയാണെങ്കിൽ 5-5 കിലോമീറ്റർ അണ്ടർപാസ് ഉണ്ട്. അത് എസ്പെഷ്യലി ഒരു ഗ്രാമത്തിൽ മറ്റേ ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റുന്ന മാതിരി അണ്ടർപാസ് റോഡിൻ്റെ അടിയിൽ കൂടെ. അപ്പം ഞങ്ങളുടെ അവിടെ തന്നെ ഒരു ഔട്ടർ റിംഗ് റോഡിൽ തന്നെ ഓരോരോ 2-3 കിലോമീറ്റർ ഒരു അണ്ടർപാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ പോയി ക്രോസ് ചെയ്യാം എപ്പോൾ വേണമെങ്കിൽ. അല്ലെങ്കിൽ ഓവർ പാസ് കൊടുത്തിട്ടുണ്ട് പെഡസ്ട്രിയൻ ക്രോസിങ്ങിന് വേണ്ടിയിട്ട്, ലിഫ്റ്റ് വെച്ചിട്ട് എസ്കലേറ്റർ വെച്ച് ചില സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാനത് ചോദിക്കാം, ഇതെന്താണ് നമ്മുടെ നാട്ടിൽ മാത്രം ഈ സ്മാർട്ട് സിറ്റി സക്സീഡ് ആവാത്ത? സ്മാർട്ട് സിറ്റി മാത്രമല്ല, നമ്മൾ ഏത് പ്രോജക്റ്റ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം. ഇൻഫോ പാർക്കിലെ പ്രോജക്റ്റുകൾ എത്ര പേർക്ക് ജോലി കിട്ടി, അവിടെ എത്ര കമ്പനികൾ വന്നു, വലിയ വലിയ കമ്പനികൾ വന്ന് അവരുടെ കമ്പനിയോട് സെറ്റപ്പ് ചെയ്തു. എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക? നമ്മളെന്തിനാ ഈ ചർച്ചയിലേക്ക് പോകുന്ന എല്ലാത്തിനും? അതിപ്പോൾ ഞാൻ കേരളയിലെ കാര്യം എന്ന് പറയില്ല, പക്ഷെ ബാക്കി എന്ത് എടുത്താലും നാട്ടിലൊരു വിവാദമായി മാറും. പണ്ട് തൊട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടർ കേറ്റില്ല, ഞങ്ങൾ കമ്പ്യൂട്ടർ ആൾക്കാരുടെ ജോലി എടുത്ത് കളയും, അതാണ് ഇതാണെന്നിട്ട് അടിയുണ്ടാക്കും. ഇതിലെല്ലാം നമ്മൾ കാണാം ഈ ഇതിലുള്ള കുറേ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നല്ല കാര്യങ്ങളാണ്. സോളാർ റൂഫ് ടോപ്പ് പ്രോജക്റ്റ് ഒരു 5000 കോടിയുടെ പ്രോജക്റ്റാണ്. 5 കോടി ഒരു പ്രോജക്റ്റ്, 1000 കിലോ വാട്ടാണ് അതിൻ്റെ ഒരു പ്രോജക്റ്റ്. 39 കോടിയുടെ LED സ്മാർട്ട് LED ലൈറ്റ്സ്. അപ്പം അതും ഞാൻ കേട്ടിട്ടുണ്ട് ചില സ്ഥലത്തൊന്നും അതിനെ പറ്റിയിട്ട് കൊടുക്കാൻ പറ്റും. അതല്ലാണ്ട് 2019 ടെൻഡർ ചെയ്ത ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു സ്മാർട്ട് സിറ്റിയുടെ. അതിൽ 5Gയുടെ 500 സ്മാർട്ട് പോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്ലാൻ. സ്മാർട്ട് പോൾസ് അതിലാണ് ഈ 4G 5Gയും വൈഫൈ കണക്ടിവിറ്റിയും കൊടുക്കാൻ. പക്ഷെ അതും ഇതുവരെ ശരിയായിട്ടില്ല. അതൊന്നും ഇതായിട്ട് വന്നിട്ട് 160 കോടിയുടെ ഞാൻ പറഞ്ഞ ഒരു സുവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ, അതും ഇതായിട്ട്. ഈ പ്രോബ്ലം എവിടെ വരുന്നതെന്ന് നമ്മൾ ഈ പറഞ്ഞു വരും, പക്ഷേ ഇത് ചെയ്തു വരാൻ. ഇപ്പം ഞാൻ ഹൈബീഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുകയായിരുന്നു, അതേ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയണേ ഇവർ ഈ സ്മാർട്ട് സിറ്റിയുടെ മാനേജേഴ്സും ഇവരുടെ ഡയറക്ടേഴ്സും അപ്പോൾ കാണാറില്ല. അവർ എന്തെങ്കിലും റിവ്യൂ നടത്താമെന്ന് പറഞ്ഞാൽ MP വിളിച്ചാലും അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആലോചിച്ചു, മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ബോട്ട് ജെട്ടി ടു മഹാരാജാസ് കോളേജിൻ്റെ ഒരു വാക്ക് വേ, അതിൽ 50% പ്രോഗ്രസ്സേ ഉണ്ടായിട്ടുള്ളൂ ഇതുവരെ. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഞാൻ ഒരു എക്സാമ്പിൾ തരാം. ഇവിടെ ഒരു ഹൈദരാബാദ് എപ്പോഴല്ല, കുറേ കാലം മുമ്പ്, ഒരു 10-15 കൊല്ലം മുമ്പ് PVNR എക്സ്പ്രസ് വേ എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് കണക്ട് ചെയ്യണ വേറെ റിംഗ് റോഡ് അല്ലാണ്ട് വേറൊരു വല്ലാത്ത കൺജസ്റ്റഡ് ഏരിയ കൂടെ ഒരു ഫ്ലൈ ഓവർ പണിതു. 8 ലെയിൻ്റെ ഫ്ലൈ ഓവറാണ്. 4 ലെയിൻ ഒരു സൈഡ്, 2 സർവീസ് റോഡായിട്ട്. പക്ഷേ ഈ ഫ്ലൈ ഓവർ പണിയാൻ അവർക്ക് ആകെ എടുത്ത് 2 കൊല്ലമാണ്. 12 കിലോമീറ്റർ ഫ്ലൈ ഓവർ 2 കൊല്ലം എടുത്തുള്ളൂ. ബിക്കോസ് അവരൊരു പെനൽറ്റി ക്ലോസ് വെച്ചിരുന്നു. നിങ്ങളിത് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ 2 കൊല്ലം കഴിഞ്ഞ് ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ പെനൽറ്റി അടിച്ചോളൂ. അപ്പോൾ കംപ്ലീറ്റ് റെഡി ആയിരുന്നു പ്രൊജക്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രോബ്ലം ലക്ഷ്മിക്ക് അറിയാതല്ല, സ്ഥലം കിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലാണ്. ഒരു റെയിൽവേയുടെ 3ാമത്തെ ലൈനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഡബ്ലിംഗ് ഓഫ് ട്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ട് എറണാകുളം തൊട്ട് തിരുവനന്തപുരത്ത് ഡബ്ലിംഗ് കുറേ സമയം എടുത്തു.
ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. നമുക്കിത് ഇങ്ങനെ ചെയ്തു വരേണ്ടുന്ന സ്ഥലമില്ല. പിന്നെ എന്ത് പറഞ്ഞാലും ഈ ഈ മാലിന്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇല്ല, സുവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇല്ല. ഞാനൊരു എക്സാമ്പിൾ തരാം. ഹൈദരാബാദിൽ ഈ കംപ്ലീറ്റ് ഇവിടുത്തെ ചപ്പും ചവറും പാർക്കി കൊണ്ടുപോകുന്ന എല്ലാം കംപ്ലീറ്റ് പ്രൈവറ്റ് ആണ്. ഒരു മുനിസിപ്പാലിറ്റി ഇല്ല അവിടെ. മുനിസിപ്പാലിറ്റി ഉണ്ട്, പക്ഷെ അവരെല്ലാം ഔട്ട്സോഴ്സ് ചെയ്തു. അവരുടെ സ്റ്റാഫിനെയൊക്കെ അവർ റീലൊക്കേറ്റ് ചെയ്ത് ബാക്കിയുള്ള ജോലിക്ക് വിട്ടു. എല്ലാം അടിച്ചു വാരുന്ന തൊട്ട് ഈ ഗാർബേജ് കൊണ്ടുപോകണം എല്ലാം കളക്ഷൻ. നമ്മൾ കാശ് വാങ്ങും, ഓരോ വീട്ടിൽ കാശ്. നമ്മുടെ അടുത്തൊക്കെയാണ് കുടുംബശ്രീക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ ഇത് കൊണ്ടുപോയിട്ട് അവിടെ കിട്ടുന്നത് അതാണ്. എവിടെ അതിന് പകരം 8 മെഗാവാട്ടിൻ്റെ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇതെന്ന്. ഈ ഗാർബേജ്, വെറ്റ് ഗാർബേജും ഡ്രൈ ഗാർബേജും സെപ്പറേറ്റ് ചെയ്ത് അതൊന്ന് പെല്ലറ്റ് ഉണ്ടാക്കിയിട്ട് ചെയ്യും. ഇതാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്. നമുക്കൊരു കേരളം എന്ന് പറയുമ്പോൾ, ഒരു മോഡേൺ കേരളം വരണം എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ പ്രോജക്റ്റാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പക്ഷേ ഈ പറഞ്ഞ മാതിരി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ചർച്ച, അല്ല എല്ലാ കാര്യത്തിനും നമ്മളൊരു ഡിബേറ്റ്, അല്ല എല്ലാ കാര്യത്തിനും എതിർത്ത് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പാടില്ല, എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ മറ്റവൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ടോ കുഴപ്പമില്ല. എവിടെ പോവുക? ഇതെങ്ങോട്ട് കൊണ്ടുപോകുന്നത്? കപ്പലിൽ കയറ്റി എങ്ങനെയും വിടാൻ പറ്റുമോ? ചില രാഷ്ട്രങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കപ്പലിൽ കയറ്റി ആഫ്രിക്കയിലേക്കൊക്കെ വിടും. നമുക്ക് നാളെ കേരളത്തിൽ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചപ്പും ചവറെല്ലാം വലിയൊരു കപ്പലിൽ കയറ്റി വല്ല ആഫ്രിക്കൻ നേഷനിലേക്ക് വിട്ട് അവരായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്ത് അവരത് എവിടെയെങ്കിലും ഇതാക്കി. ഇത് ചെയ്തേ പറ്റൂ. ഇതാണ് ഈ CSML, ഈ കൊച്ചിൻ സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡിൻ്റെയും അവർ ടെന്യൂർ തന്നെ ഇപ്പോൾ അങ്ങനെ കഴിയാറായി. പക്ഷേ ഈ പറഞ്ഞവർ ഇവരെ കോൺടാക്ട് ചെയ്തിട്ടും കിട്ടുന്നില്ല എന്ന് ഈവൻ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു. അപ്പോൾ ആലോചിച്ച് ഒരു റെസ്പോൺസ് ഇല്ല. എന്താണ് പ്രോജക്റ്റിൻ്റെ ഒരു റിപ്പോർട്ട് എല്ലാ മാസം കുട്ടികൾക്ക് സ്കൂളിൽ കിടക്കുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്. ഞങ്ങൾ എത്ര പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു, എത്ര കാശ് ചിലവായി, ഇന്ന് കംപ്ലീറ്റ് ആവും, നാളെ കംപ്ലീറ്റ് ആവും, അടുത്ത മാസം കംപ്ലീറ്റ് ആവും, അതിൻ്റെ എത്ര 90%, 80% ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വേണ്ട. അധികം നേരം എടുക്കില്ല അത്. പക്ഷേ ഈ പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടിൽ ഇതിനല്ല അവിടെ ഇമ്പോർട്ടൻ്റ്. അവിടെ വേറെ കാര്യങ്ങൾക്കാണ്. അവിടെ ഈ പറഞ്ഞ മാതിരി ന്യൂസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കത്തിക്കുത്തും മയക്കുമരുന്നും ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന പരിപാടികൾ. അപ്പോൾ ഇത് നമ്മൾ ഒറ്റ സിറ്റിയെ പറ്റി പറയുന്നു, കൊച്ചിയെ പറ്റി മാത്രം പറയുന്നു. ഇനി തിരുവനന്തപുരം ഉണ്ട്. ഇപ്പോൾ ഞാൻ ഓൾ ഇന്ത്യ റിപ്പോർട്ട് നോക്കുമ്പോൾ 100 സിറ്റിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കുമ്പോൾ സ്മാർട്ട് സിറ്റീസിൻ്റെ 90% പണിയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ലക്ഷ്മി. അതെന്താണ് കേരളത്തിലാവാത്തത്? ഇതാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഇവിടുത്തെ നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും കവർ ചെയ്യില്ല. അവർക്ക് വേറൊരു ബാക്കിയുള്ള പൊളിറ്റിക്സും അതായിട്ട് അവർ നടക്കും. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇറങ്ങി നടക്കാൻ, അല്ലെങ്കിൽ വഴി മുഴുവൻ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വണ്ടി വന്ന് വീണ് ആൾക്കാർ മരിക്കുന്ന പരിപാടി ഇരുന്നതാണ്. ഇതൊക്കെ നിർത്തേണ്ട സമയമായി. ഇതൊക്കെ ഒരു പ്രൊഫഷണലായിട്ട് നടത്തണം. അതിനൊരു ഡെഡ് ലൈൻ ഡ്രിവൻ കൾച്ചർ വേണം. എന്നാലേ ഈ സ്മാർട്ട് സിറ്റിയിലെ മാതിരി പ്രോജക്റ്റൊക്കെ ഇനി മുമ്പിലേക്ക് പോകാൻ പറ്റും. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.